വീണ്ടും വചനധ്യാനത്തിലേക്ക് സ്വാഗതം. കർത്താവിന് നന്ദി പറയുന്നു. ഇന്നത്തെ വചനം ലൂക്ക 12 5 വാക്യം 4 വാക്യം. എൻ്റെ സ്നേഹിതരെ, നിങ്ങളോട് ഞാൻ പറയുന്നു, ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. എന്നാൽ നിങ്ങൾ ആരെ ഭയപ്പെടണമെന്ന് ഞാൻ മുന്നറിയിപ്പ് തരാം. കൊന്നതിനു ശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ. അതേ, ഞാൻ പറയുന്നു, അവനെ ഭയപ്പെടുവിൻ. ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. എന്നാൽ നിങ്ങൾ ആരെ ഭയപ്പെടണമെന്ന് ഞാൻ മുന്നറിയിപ്പ് തരാം. കൊന്നതിന് ശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ. അതേ, ഞാൻ പറയുന്നു, അവനെ ഭയപ്പെടുവിൻ. ആരാണവൻ? മരണശേഷം നമ്മളെ നരകത്തിലേക്ക് തള്ളിക്കളയാൻ കെൽപ്പുള്ളവൻ ദൈവം. ദൈവത്തിന് ഭയപ്പെടുവിൻ. വേറെ ആരുടെ മുമ്പിലും നമ്മൾ മുട്ടുമടക്കേണ്ടതില്ല. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇപ്പോൾ ഒരു കൂട്ടം ആളുകൾ നമ്മളെ വളഞ്ഞിട്ട് പറയുകയാണ്, നീ ക്രിസ്തുവിനെ നിഷേധിക്കുകയാണെങ്കിൽ നിനക്ക് രക്ഷപ്പെടാം, അല്ലെങ്കിൽ നിന്നെ കൊന്നുകളയും എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിസ്തുവിനെ നിഷേധിക്കുമോ, അതോ സന്തോഷത്തോടെ മരണം വരിക്കുമോ? നമ്മുടെ വിശ്വാസം അത്രമാത്രം തീഷ്ണതയുള്ളതാണോ, അതോ ഇതൊക്കെ വെറുതെ ഒരു ഡെക്കറേഷൻ ആയിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്? ഒരിക്കൽ തമാശ രൂപേണ ഒരു കസിൻ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നോടെങ്ങാനും അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഉടനെ മതം മാറും. തമാശ രൂപേണ പറഞ്ഞത്. പക്ഷെ ഇന്ന് ഈ വചനം വായിക്കുമ്പോൾ എന്നോട് തന്നെ ഈ ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. നിന്റെ ജീവനെ നഷ്ടപ്പെടുത്താൻ, ക്രിസ്തുവിനായി നിന്റെ ജീവനെ തന്നെ നഷ്ടപ്പെടുത്താൻ നീ തയ്യാറാണോ? അല്ലാതെയുള്ള വിശ്വാസമല്ല, വെറുതെ അഭിനയമാണ്. അപ്പൊ ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം നടത്തി, മറ്റുള്ളവരെ കാണിക്കാനായിട്ട് നടത്തി, അവസാനം അന്ത്യവിധി നാളിൽ ക്രിസ്തുവിൻ്റെ മുമ്പിൽ പരാജിതരാകാതിരിക്കാൻ, നരകത്തിലേക്ക് തള്ളപ്പെടാതിരിക്കാൻ തക്കവിധം നമുക്ക് ക്രിസ്തുവിനെ സ്നേഹിക്കാം, അവൻ്റെ വചനമനുസരിച്ച് വർത്തിക്കാം. അതിൽ നിന്ന് വിടാതെ നമുക്ക് നമ്മുടെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കാം. ഇതിനുള്ള ശക്തി, കൃപ സർവേശ്വരൻ നമുക്ക് നൽകട്ടെ. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത്. ഒരു മനുഷ്യൻ്റെ മുമ്പിൽ നമ്മൾ മുട്ടുമടക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കർത്താവിൻ്റെ മുമ്പിൽ മാത്രം മുട്ടുമടക്കാം. കർത്താവിന് വിധേയപ്പെട്ട് നമുക്ക് ജീവിക്കാം. ആമേൻ.